ആടുജീവിതവും കണ്ട് നമ്മുടെ ഇന്ത്യൻ സമ്മറിൽ വന്ന് നല്ല ചൂട് പൊറോട്ടയും നാടൻ ചിക്കൻ കറിയും ഇതുപോലെ കഴിക്കുമ്പോ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ എവിടെയോ ആണെന്ന് തോന്നിപ്പോ ചേട്ടാ. പ്രശാന്ത്, ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഫുഡ് പിന്നെ പറയാനുണ്ടോ? സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ സൂപ്പറാണല്ലോ. ശരിക്കും നിങ്ങളെ സമ്മതിച്ചിരിക്കും. മൗറീഷ്യസിൽ ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമ നിങ്ങളോട് കൊണ്ടുവന്നിരിക്കുന്നത്. മാസത്തിൽ ഒരു മലയാള സിനിമ കൊണ്ടുവന്നു നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും കൂടെ ഒത്തുകൂടിക്കൂടെ? ഞങ്ങൾ ചേട്ടൻ പറഞ്ഞതിലിങ്ങനെ മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പം കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അങ്ങനെ ആർക്കും ഒരു പരാതിയില്ലാതെ നമ്മുടെ ഫസ്റ്റ് സിനിമ അങ്ങനെ തീർന്നു. ഇതാണ് അനീഷ്, കലിപ്പ് അനീഷ്. എന്തുകൊണ്ട് പ്രശ്നം? മൊത്തത്തിൽ പ്രശ്നമാണ്. ആടുജീവിതം കാണാൻ വന്നിട്ട് ഇവന്റെ കൂട്ടുകാർക്ക് ടിക്കറ്റ് കിട്ടില്ലെന്ന് പറഞ്ഞ് സ്വന്തം വണ്ടി കൊണ്ടുപോയി ഒരു ടിപ്പറിലിടിച്ചവന്. എന്തായിരുന്നു? കേരളത്തിൽ മൊത്തത്തിൽ അഹങ്കാരം എന്നൊക്കെ പറയും. നമ്മുടെ കൊല്ലം തിരുവനന്തപുരം ഭാഗത്ത് കുത്തിക്കഴപ്പെന്ന് പറയും. തൃശ്ശൂർ എന്താണ് പറയുന്നത്? ഒരു മലയാള സിനിമ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് ഈ മൊറീഷ്യസ് എടുത്ത് മലത്തി വെച്ച പോലാണ് ചെറുമാരുടെ ഇരിപ്പ്. അല്ല, അനീഷ് ഒന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല, എന്താ കാര്യം? എന്റെ പിള്ളേർക്ക് പടം കാണാൻ പറ്റിയില്ല. അത് ഒരു ഷോയിലേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ള ടിക്കറ്റ് നേരത്തെ ഹൗസ്ഫുള്ളായി. ഇതിനൊക്കെ ആരെങ്കിലും കാറൊക്കെ കൊണ്ട് ട്രക്കിലേക്ക് ഇടിക്കും. ട്രക്കിലല്ല, ഒരു റെനോ ക്ലിയോയിലിരിക്കാനാണ് നോക്കിയത്. ആ ട്രക്ക് ഇടയ്ക്കേറി വന്നത്. അല്ല, അത് ചേട്ടന്റെ കാറില്. ഉണ്ടോ? ഏതുവരെ പോകുന്നു നോക്കാം. 2 ഷോ ഉണ്ടെന്ന് വിചാരിച്ചു തന്നെ എന്റെ പിള്ളേർക്ക് പടം കാണാൻ പറ്റിയില്ല. നീയൊക്കെ കാണിച്ചത് ഒറ്റ ഷോ. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി എനിക്ക് കിട്ടിയ സീറ്റ് ഏറ്റവും ഫ്രണ്ടില്. ആഫ്രിക്കയിൽ റിലീസായി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നീയൊക്കെ ഈ സിനിമ ഇവിടെ ഇറക്കുന്നത്. ഇത്രയൊക്കെ കാണിച്ചിട്ട് നിന്റെയൊക്കെ ഷോ ഓഫ് എന്താ തോന്നും? നീ പൃഥ്വിരാജും ഞാൻ ബ്ലെസ്സിയാണെന്ന്. ഇനി അനീഷ് ഇവിടെ വരുന്നത് പരാതി പറയാനായിരിക്കത്തില്ല. ഇവനെ ഞാൻ ചേട്ടാ വേണ്ട, നമുക്ക് ഇവനുള്ള പണി വേറെ കൊടുക്കാം. ആരെ വിളിച്ചത്? അത് പവനായി. പവനായി സർ. പവനായി എല്ലാ പരാതിയും കേൾക്കും. അനീഷിന്റെ ആദ്യത്തെ പരാതി അനീഷിന്റെ പിള്ളേർക്ക് വേണ്ടിട്ട് വേറെ ഷോ വച്ചില്ലെന്നുള്ളത്. അനീഷ് ഒരു 2 ആഴ്ച മുമ്പ് പറ, ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ സമയത്തിന് വേറെ പ്രത്യേക ഷോ വയ്ക്കും.
അല്ല പ്രശാന്ത്, പവനായി സാറിനോട് പറയണം ഞാൻ അവരൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അതുപോട്ടെ, ഇനി ഫ്രണ്ട് റോയിലിരുന്ന് സിനിമ കാണുന്ന കാര്യം, എത്ര പേരെ ഫ്രണ്ട് സീറ്റിലിരുന്ന് സിനിമ കാണുന്നത്? അവർക്ക് ആർക്കും ഒരു പരാതി ഇല്ലല്ലോ. അല്ല ബൈജു ചേട്ടാ, ഞാനൊരു പൗരപ്രമുഖനല്ലേ. ഓ, അപ്പൊ ഫ്രണ്ട് ഇരിക്കുന്നതല്ല, പ്രമുഖനായി പോയതാണ് പ്രശ്നം. അനീഷേ, പവനായിക്ക് ഫേവറേറ്റിസമോ നെപ്പോട്ടിസമോ ഒന്നുമില്ല. ടിക്കറ്റ് എടുക്കുന്ന മുറയ്ക്ക് പിറകിന്ന് സീറ്റ് കൊടുത്തു വരും. അല്ല, ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. തിയേറ്ററിൽ നേരത്തിന് കാലത്തിന് പറഞ്ഞതല്ലേ? അതല്ല, ഈ പാത്രം വീട്ടിലിന്ന്. അല്ല, അത് വിട്, അത് നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ളൊരു കാര്യം. പക്ഷെ അനീഷ് പറഞ്ഞ മൂന്നാമത്തെ പോയിന്റ്, സിനിമ കൊണ്ടുവരാൻ ഒരാഴ്ച വൈകിയെന്ന്. ഇതുവരെ ആഫ്രിക്കയിൽ ഒരു രാജ്യത്തും ബുക്കിംഗ് പോലും തുടങ്ങാത്ത ഒരു മലയാള സിനിമയായിട്ടാണ് പവനായി ഇനി വരുന്നത്. അതേതായിട്ടത്? മോനെ, അപ്പൊ നാളെ